ഹായ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പഴംപൊരിയാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് വീട്ടിൽ നിന്ന് ഇതേപോലെ തന്നെ തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും എന്ന്. അപ്പോൾ അതേപോലെയുള്ള പഴംപൊരിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൽ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിമാവ് ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ ദോശേൻ്റെ മാവാണ് ചേർത്തിട്ടുള്ളത്. ഈ ദോശമാവ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല എന്താ പറയുക, ആ പഴംപൊരി സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നന്നായിട്ട് നമുക്കിത് കുഴച്ചെടുക്കുക. എന്നിട്ട് നല്ലൊരു ബാറ്റർ തയ്യാറാക്കുക. ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ബാറ്റർ വെച്ചിട്ട് കുറേ ആൾക്കാരെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളെ പഴത്തിനെക്കാട്ടിലും കൂടുതൽ അതിൻ്റെ ഈ പൊളി ആ ഒരു മൈദയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്ര കട്ടിയിലുള്ള മാവ് ആവശ്യമില്ല. എന്നാലൊരു കോട്ടിങ് വരുവും വേണം. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഇങ്ങനെ കുഴച്ചെടുക്കാം. ഒരു ദോശ മാവിൻ്റെ കാട്ടിലും കുറച്ചുകൂടി കൂടുതൽ ഉള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ഒരു വിസ്ക് വെച്ചിട്ടോ സ്പൂൺ വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളത് നന്നായിട്ട് അത് കലക്കിയെടുക്കണം. എന്നിട്ട് ഇപ്പോൾ ഈ ഒരു രീതിയിലുള്ള ബാറ്ററാണ് നമുക്കിപ്പോൾ ആവശ്യം. അപ്പോൾ നമ്മൾ ബാറ്റർ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു അരമണിക്കൂർ നേരത്തേക്ക് മൂടി വെച്ചിട്ട് മാറ്റി വെക്കണം. ഈ മാവ് എല്ലാം നന്നായിട്ട് അത് ചെറുതായിട്ടൊന്ന് പുളിച്ചിട്ട് വരണം. അങ്ങനെയാകുമ്പോഴാണ് പഴംപൊരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതവിടെ പുളിച്ച് വരട്ടെ. പിന്നെ അപ്പം നമുക്ക് അപ്പോഴത്തേക്ക് പഴമെല്ലാം മുറിച്ച് വെക്കാം. അപ്പോൾ പഴത്തിൻ്റെ നല്ല പാകത്തിന് പഴുത്ത പഴമാണ് എടുത്തത്. ഒരുപാട് പഴുത്ത പഴം ഒരു രസം ഉണ്ടാവില്ല, അതുപോലെ തീരെ പഴുക്കാത്ത പഴവും ഒരു രസം ഉണ്ടാവില്ല. നമ്മൾ കറക്റ്റായിട്ട് ഈ ഒരു പാകത്തിലുള്ള പഴം നമ്മൾ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനിപ്പോൾ 3 പഴം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ തോലെല്ലാം മാറ്റിയിട്ട് ഇനി നമുക്കിത് 2ആക്കി മുറിക്കണം. വേണമെങ്കിൽ നിങ്ങൾക്കിത് വലിയ പഴംപൊരി ഉണ്ടാക്കാം കേട്ടോ. പക്ഷേ എനിക്ക് അത്ര വലിയ പഴംപൊരി ഉണ്ടാക്കുന്നതിന് താല്പര്യമില്ല. അതുകൊണ്ട് ഞാൻ കുറച്ച് ചെറിയ പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഇത് 3 പീസാണ് ആക്കിയിട്ടുള്ളത്. നമ്മൾ ഹോട്ടലിലെല്ലാം കഴിക്കുമ്പോൾ ഒരുപാട് പീസാക്കും അവർ. പക്ഷേ നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാനിതുപോലെ 3 പീസാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂറെല്ലാം ഏകദേശം കഴിഞ്ഞ് ഇനി നമുക്കിത് ബാറ്റർ ഒന്നുകൂടി എടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള പാകമായിട്ടുണ്ട്. നമുക്ക് വേഗം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് പഴം എടുത്തിട്ട് ആദ്യം തന്നെ ഞാൻ ഈ ബാറ്ററിലേക്ക് ഇടുന്നുണ്ട്. അത് നമുക്ക് കുറച്ചധികം ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാനിപ്പോൾ ഒരു 3 എണ്ണമാണ് ഇപ്പോൾ ആദ്യം തന്നെ ഇടുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടായോന്ന് നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായോ എന്ന് നോക്കാൻ വേണ്ടി സ്ക്യൂവർ വെച്ചിട്ട് അതിലൊന്ന് കുത്തി നോക്കിയാൽ നമുക്ക് എണ്ണ ചൂടായി എന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ഡിപ്പ് ചെയ്തിട്ടുള്ള പഴം ഇങ്ങനെ എണ്ണയിലേക്ക് കോരിയിടാം. ഓരോന്നോരോന്നായി ഇട്ടിട്ട് ആദ്യം ചെറിയൊരു എല്ലാം കൂടി ഒന്നിച്ചിട്ട് പിടിച്ചിട്ടുണ്ടാവും. പക്ഷേ അത് നമുക്ക് വേഗം തന്നെ സെപ്പറേറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല മൊരിയുന്ന ആ ഒരു പരുവത്തിൽ നമുക്ക് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് അവിടെ തന്നെ നിന്ന് നോക്കി ഇളക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചു വിട്ടിട്ട് പൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. നമ്മൾ സാധാരണ മൈദ മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുമ്പോൾ ഇത്ര ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം. പിന്നെ നമ്മൾ ഇതിലേക്ക് അപ്പക്കാരം അങ്ങനെയുള്ള ബേക്കിംഗ് സോഡ അങ്ങനത്തെ സാധനങ്ങളൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ